ജോലിക്ക് ആളുകൾ ഏറെയാണ്, നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ഡിസ്റ്റർബൻസ് ആണ് എന്നൊക്കെ തോന്നും. പക്ഷേ ആരുമില്ലാതെ ജീവിക്കുമ്പോഴാണ് ആൾക്കാരുടെ വില അറിയുക. നമുക്ക് ഒറ്റപ്പെട്ടൊരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. എനിക്കിപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി ഇതിൻ്റെ ടെൻഷനാണ് കേട്ടോ, ഒരു വിഷമമാണ് മനസ്സിൽ. പിന്നെ എൻ്റെ മക്കളെയൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സുഖവും സമാധാനം ഇങ്ങനെ കിട്ടുകയാണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെയൊക്കെ കരയും ഗായ്സ്. ഞാൻ ഈ കാണുന്ന ഞാൻ കുറേ റീൽസ് ഇടുന്നു, കുറേ ഞാൻ അങ്ങനെ വീഡിയോസ് ഇടുന്നു, കുറേ ലൈവിൽ അത് സംസാരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്കൊരു പൗസലും ഇല്ല, അവളെ ഭർത്താവൊക്കെ മരിച്ചോളൂ യൂട്യൂബിൽ ഇങ്ങനെ കുത്തിരിക്കുകയെന്നൊക്കെ കരുതും കേട്ടോ. നമുക്കുണ്ട് നീറ്റലും വിഷമവും സങ്കടമൊക്കെ, അതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ. നമ്മളെ കൊമ്പങ്കാട് കോയൻ്റെ ഒരു ഇത് കണ്ടില്ല നിങ്ങൾ? കൊമ്പങ്കാട് കോയൻ്റെ ഒരു ഇൻ്റർവ്യൂ എത്ര മനസ്സ് പൊട്ടിയിട്ടാണ് ആ ഇൻ്റർവ്യൂ പറഞ്ഞറിയോ? മോന് ഒരു മോളുണ്ട്, എൻ്റെ മോളൊരു വട്ടന്നെ ഉപ്പാണ് വിളിച്ചാൽ മതി, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെ നമുക്കൊക്കെ പഠിച്ചോ കുറേ റഹ്മത്ത് തന്നിട്ടുണ്ട്. നമുക്ക് തന്ന മക്കൾക്ക് പഠിച്ചോ ആറാനൊരു മുടക്കോ കാര്യമൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യ ആഫിയത്തുള്ള മക്കളെ തന്നിട്ടില്ല. ഇതിന് നമ്മൾ അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് പറയണം.